നേരം സൗണ്ട് വേസ്റ്റ് ആയിരിക്കില്ല. വെള്ളത്തോട് കൂടി ഒഴിക്കരുത്. വെള്ളം കാട്ടി കണ്ടിട്ട് വേണമെങ്കിൽ അത് ഇടാം. ചെറിയൊരു ഈർപ്പിനകത്ത് പാടുന്നു. അതിന് ശേഷം പേസ്റ്റ് ഇട്ടിട്ട് വീണ്ടും ഒരു വാരിലെടുത്ത് ഇതിന് മുകളിൽ വിതറാം. ഓക്കെ, വിതറി കഴിയുമ്പോൾ ഈ സാധനം എടുത്ത് അടച്ചു വയ്ക്കാം. അവിടെ ഉണ്ടാവും. ഇത് മണം മറ്റുള്ള സാധനം ഉണ്ടാവില്ല. ഇത് നടന്നു വെക്കി, ഈ സാധനം നടന്നു വെക്കി, ഫുള്ളായി വെക്കി ഇതെടുത്ത് മാറ്റി വയ്ക്കുക. ഇതിന് മുകളിൽ ഇരിക്കുന്നത് ഈ സാധനം എടുത്ത് മാറ്റി വയ്ക്കും. കാരണം ഇത് വെറുതെ ഇങ്ങനെ പിടിച്ച കിട്ടും. മുകളിലത്തെ ടോപ്പ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഇത് ഇവിടെ പിടിക്കണം. ഈ പച്ച കണ്ട ഇവിടെ ഇങ്ങനെ പിടിക്കുക. മൊത്തം പച്ചയാണെങ്കിൽ ആദ്യം പിടിക്കുക. അത് ഏറ്റവും അടിയിൽ വെക്കുക. എന്നിട്ട് അതിന് മുകളിൽ ഇതിങ്ങനെ വെക്കുക. എന്നിട്ട് അതിന് മുകളിൽ ഇത് വെക്കുക. എല്ലാ ദിവസവും പൊടി ഇടാൻ മറക്കരുത്. വേസ്റ്റ് ഇട്ട് അതിന് മുകളിൽ പൊടി ഇടണം. ഇതിലൊരു തരം പുഴു ഉണ്ടാവുക. ആ പുഴുവാണ് തിന്നണത്. ആ പുഴുവാണെങ്കിൽ മീനോ കോഴിക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക്. വിദേശ രാജ്യങ്ങളെ പുഴു കഴിക്കുന്ന പോലും ഉണ്ട് കേട്ടോ. ഈ സാധനത്തിൻ്റെ ഉള്ളിൽ വേസ്റ്റ് വീഴരുത്. ഇവിടെ ഇത് വൃത്തിയായിട്ട് തുടക്കണം. എല്ലാ ദിവസം തുണി കൊണ്ട് തുറച്ച് വൃത്തിയാക്കണം. കാരണം അല്ലെങ്കിൽ ഇതിനകത്ത് പുഴു ഉണ്ടാവും കേട്ടോ. ഈ സാധനം മുഴുവൻ നിങ്ങൾക്ക് എടുത്ത് എങ്ങനെ വേണമെങ്കിലും കഴുകാം. കാരണം ഓരോ പീസ്, അതായത് ഇങ്ങനെ ഒരു പീസാണ്, ഇങ്ങനെ ഒരു പീസാണ്, അല്ല ഇങ്ങനെ ഒരു പീസാണ്. ഇതിലൊരു ട്രൈ ഉണ്ട്. ഈ ട്രൈ ഇങ്ങനെ പൊക്കിയാൽ മൊത്തം കഴുകാം. വളമായിട്ട് എടുക്കുന്ന സാധനം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ ഓരോന്നും എടുത്ത് വൃത്തിയായിട്ട് കഴുകാം. ഇത് പൊട്ടിക്കരുത്. ഇത് പൊട്ടിച്ചാൽ പിന്നെ പ്രസ് ചെയ്യാൻ പണിയാണ്. അപ്പൊ വെക്കുന്നത് തൊള്ളു ഈ സാധനം കണ്ട. ഇങ്ങനെ ഓരോ സാധനം നിങ്ങൾക്ക് മാറ്റാം. വളരെ സിമ്പിളായിട്ട് നല്ല ആർക്കും ഉപയോഗിക്കും. പുളി നാരങ്ങ 3-4 ദിവസം കഴിയുമ്പോൾ തുടങ്ങിയ പ്രോസസ്സിങ് ആരംഭിക്കുക. മണം മറ്റുള്ള ഉണ്ടാവില്ല. മണം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇത് പ്രോപ്പറായിട്ട് അടച്ചുണ്ടാവില്ല. അല്ലെങ്കിൽ ഇതിൽ വേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ ഈ സാധനത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ വെള്ളം കൂടുതൽ വെച്ച മണം ഉണ്ടാവും. വെള്ളം ഒഴിക്കരുത്. അതാണ് ശ്രദ്ധിക്കുന്നത്. വ്യക്തമായില്ലേ?